إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അവൻ്റെ നേർബുദ്ധിയിൽ അംഗീകരിക്കുന്ന, നേർബുദ്ധി നശിക്കാത്ത, ഒരാളും തർക്കിക്കാനിടയില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ നടപടിക്രമമായി നിശ്ചയിച്ചു വച്ച അനിഷേധ്യമായ ഒരു പ്രാപഞ്ചിക സത്യമാണ് മരണമെന്നത്. ഈ ജീവിതത്തിനൊരവസാനമുണ്ടാകുമെന്നതും ഈ ദിനരാത്രങ്ങൾ അസ്തമിക്കുമെന്നതും നമ്മുടെ ശ്വാസോച്ഛ്വാസം എന്നേക്കുമായി നിലക്കുമെന്നതും ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യമാണ്. എല്ലാ ജീവിക്കുന്നവനും ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ മരണം തേടിപ്പിടിച്ച് പിടികൂടുക തന്നെ ചെയ്യും. ഭദ്രമായി കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടക്കൊത്തളങ്ങൾ നിങ്ങൾ പോയി ഒളിച്ചാലും മരണം നിങ്ങൾ ഉള്ളിടത്തേക്ക് നിങ്ങളെ തേടിപ്പിടിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, മരണമെന്നത് യാഥാർത്ഥ്യമാണ്, അനിഷേധ്യമാണ്. എന്നാൽ ഈ മരണത്തെ പുൽകുന്ന മനുഷ്യരുടെ അവസ്ഥ വ്യത്യസ്തങ്ങളാണ്. അത്തരം ചില ഗൗരവമായ ശ്രദ്ധയിലേക്കാണ് ഇന്നത്തെ ഖുതുബയിൽ നാം ശ്രദ്ധ ക്ഷണിക്കുന്നത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നിശ്ചയിച്ച ആയുസ് അവധി തീർന്ന് മരണത്തെ പുൽകുന്നവർ, അവർ പലരും പല വിധത്തിലാണ്, പല തരത്തിലാണ്. ചില ആളുകളെ മരണം തേടിയെത്തുന്നത് അവരുടെ വാർദ്ധക്യ ദശയിലാണ്. അവന്റെ ശക്തി ക്ഷയിക്കുന്നത് അവൻ നേർക്കുനേരെ കാണുന്നു. അവന്റെ യുവത്വം ശരവേഗത്തിൽ മാറി മറിഞ്ഞത് അവൻ നേർക്കുനേർ അനുഭവിക്കുന്നു. തന്റെ യാത്ര അവസാനിക്കാനായി, തന്റെ അവധി തീരാനായി എന്നതവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വാർദ്ധക്യത്തിന്റെ അവസാന ദശയിൽ മരണത്തെ പുൽകുന്നവരെ കാണാം. വേറെ ചിലർ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു മരണത്തെ പുൽകുന്നവരാണ്. പ്രതീക്ഷയുടെയും വേദനയുടെയും ഇടയിൽ ദിനരാത്രങ്ങൾ മാറി മാറി കഴിയുന്നത് പോലെ അവർ നീറിപ്പുകഞ്ഞ് അനുഭവിച്ച് ജീവിതം തള്ളി നീക്കുന്നു. അതിനിടയിൽ ഉത്ബുദ്ധരാകുന്നു,
ചെയ്ത തെറ്റുകളെക്കുറിച്ചോർത്ത് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്നു, വീണ്ടും വിചാരമുണ്ടാകുന്നു, പരലോകത്തേക്ക് വേണ്ടി പാഥേയമൊരുക്കാൻ അവർ സജ്ജരാകുന്നു. ഇങ്ങനെ രോഗം മുന്നറിയിപ്പ് നൽകി മരണത്തെ പുൽകുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാറാവ്യാധികളും മാരകമായ അസുഖങ്ങളും നൽകുക വഴി മരണത്തെ മുന്നിൽ മുഖാമുഖം കാണുമ്പോൾ അതേ തൻ്റെ ജീവിതം അവസാനിക്കാറായിട്ടുണ്ട്. അവസാനിക്കാത്ത ജീവിതത്തിലേക്ക് ഞാൻ എന്തു നേടി, എന്തു സമ്പാദിച്ചു എന്ന വീണ്ടും വിചാരം താക്കീതായി മലക്കുൽ മൗത്ത് അവന്റെ മരണത്തിന്റെ വാതിലിൽ മുട്ടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ മുട്ടിയുറപ്പിച്ചവൻ. ഇങ്ങനെ മരണത്തെ പുൽകുന്നവരെ കാണാം. സഹോദരങ്ങളെ, അതിനേക്കാൾ ഗൗരവമായ ഒരാൾ മരിക്കുമ്പോൾ, മരണത്തെ നേരിടുമ്പോൾ അവന് സംഭവിക്കാവുന്ന ഏറ്റവും ഭയാനകമായ മരണമെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഇന്നത്തെ ശ്രദ്ധാവിഷയം. പ്രതീക്ഷിക്കാതെ, നനച്ചിരിക്കാതെ, ഒരു മുന്നറിയിപ്പില്ലാതെ, ഒരു താക്കീതിന്റെ സ്വരമില്ലാതെ പെട്ടെന്ന് പൊടുന്നനെ സംഭവിക്കുന്ന ആകസ്മികമായ മരണങ്ങൾ, ദുരന്തങ്ങൾ, അതിലൂടെ നമ്മൾ ദുനിയാവിലേക്ക് എന്നെന്നുമായി വിട പറയുന്ന അവസ്ഥ. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, ഹുവ അശദ്ദു വഖ്അൻ വഅഅലം ഫത്കൻ, അത് കഠിനമായി സംഭവിക്കുന്നതാണ്, അതേറ്റവും ഗുരുതരമായ മുസീബത്താണ്. വഹുവ മൗത്തുൽ ഫജ്അ, ആകസ്മികമായി പെട്ടെന്ന് സംഭവിക്കുന്ന മരണം. അല്ലദീ യഅതി സാഹിബഹു ബഗ്ത, അതതിന്റെ വക്താവിനെ പൊടുന്നനെ പിടികൂടും. മിൻ ഗൈരി തംഹീദിൻ, കാത്തിരിക്കാൻ സമയമില്ല. വലാ മുഖദ്ദിമാത്തിൻ, അത് പ്രവേശിക്കുന്നതിന് മുമ്പ് മുഖവുരകളില്ല. വലാ ഇൻദാരിൻ, നിനക്കൊരു മുന്നറിയിപ്പോ താക്കീതോ ലഭിക്കുന്നില്ല. അങ്ങനെ നീ മരണപ്പെടുന്ന അവസ്ഥ. സ്വഹീഹുൻ യമൂതു മിൻ ഗൈരി ഇല്ലത്തിൻ, അങ്ങനെ മരിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരെ നമുക്ക് കാണാം, ഒരു രോഗവുമില്ലാതെ മരിക്കുന്നവർ. വശാബുൻ യമൂതു ഫീ മുക്തബലി ഉംരിഹി, യുവാവിനെ നിനക്ക് കാണാം, അവന്റെ യുവത്വത്തിന്റെ ചുറുചുറുക്കിൽ, തോരത്തിളപ്പിൽ അവൻ മരണമടയുന്നത് നിനക്ക് കാണാം. വഖദ് സബത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രവചിച്ചതാണ്, അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇന്ന മിൻ അമാറാത്തി സാഅതി അൻ യൻഹറ മൗതുൽ ഫജ്അ, ഖിയാമത്ത് നാളിന്റെ, അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് പൊടുന്നനെ സംഭവിക്കുന്ന, അവിചാരിതമായി സംഭവിക്കുന്ന മരണങ്ങൾ എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗത്തുൽ ഫജ്അ, പൊടുന്നനെ സംഭവിക്കുന്ന മരണമെന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. പണ്ഡിതന്മാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ പൊടുന്നനെ സംഭവിക്കുന്ന മരണമെന്ന് പറഞ്ഞത്? അതെ, ആ മരിക്കുന്ന വ്യക്തി അയാൾ പ്രതീക്ഷിക്കാതെ, നനച്ചിരിക്കാതെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണമാണത്. അതല്ലെങ്കിൽ അവന്റെ കൂടെയുള്ളവർ, ഉറ്റവർ, ഉടയവർ, വേണ്ടപ്പെട്ടവർ, അവർക്ക് അവന്റെ വിയോഗം പെട്ടെന്നൊരു പൊടുന്നനെയുള്ള ഷോക്കായി, തീരാവേദനയായി, മനോവ്യതയായി മാറുന്ന അനുഭവം സമ്മാനിക്കുന്ന മരണം. ആ മരണം സഹോദരങ്ങളെ നമ്മൾ ഭയക്കണം, നമ്മൾ പേടിക്കണം, നമ്മൾ ഭീതിയോടെ കാണണം. ചിലർ ചോദിച്ചു, ഇങ്ങനെയുള്ള ചില ആളുകളുടെ മരണം, ആ മരണവാർത്ത കേട്ടപ്പോൾ അവർ ചോദിച്ചു എന്നാണ്, മാത കൈഫ മാത, അവൻ മരിച്ചുവല്ലേ, എങ്ങനെയാണ് മരിച്ചത്? വഹുവ കാന മഅനൽ ബാരിഹത യൽഹഖ്, അവനിതാ ഇന്നലെ രാത്രി നമ്മോടൊപ്പം കളിച്ച്, ചിരിച്ച്, ഉല്ലസിച്ച്, ആസ്വദിച്ച്, ഉറക്കമൊഴിച്ച്, ഹറാമുകൾ മുഴുകി നമ്മോടൊപ്പം ആനന്ദത്തിൽ നിലകൊണ്ടവനായിരുന്നല്ലോ. കൈഫ മാത വഹുവ ഫീ സിഹ്ഹതിഹി വആഫിയതിഹി, എങ്ങനെയാണ് യുവാവ് മരിച്ചത്? എങ്ങനെയാണ് ആ കുട്ടി മരിച്ചത്? എങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ മരിച്ചത്? അവനൊരു രോഗവുമില്ലല്ലോ. ആരോഗ്യത്തിന്റെ ഏറ്റവും പൂർണ്ണാവസ്ഥയിൽ വിരാജിച്ചവർ മരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, കൈഫ മാത വഹുവ ഫീ ഔജി നശാതിഹി വഖുവതിഹി, തന്റെ ഉന്മോഷത്തിന്റെയും ആരോഗ്യത്തിന്റെയും ചുറുചുറുക്കിന്റെയും ഏറ്റവും പാരമ്യമായ അവസ്ഥയിൽ ജീവിച്ച് ദിനരാത്രങ്ങൾ തള്ളി നീക്കിയവൻ എങ്ങനെ മരിച്ചു? കൈഫ മാത വഹുവ യഖത്തിതു ലിഗദി, നാളേക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കിയ, പ്ലാനുകൾ ഒരുക്കിയ, ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ കൊട്ടാരങ്ങൾ കെട്ടിയ, ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച, കരിയറിനെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ മുന്നിൽ വെച്ചു പിടിപ്പിച്ച, തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ വിദൂരതയിലേക്ക് നീട്ടിസ്ഥാപിച്ച എത്രയെത്ര ആളുകളാണ് ഭാവിയെ പ്രതീക്ഷിച്ചിരിക്കെ പെട്ടെന്ന് മരിച്ചുപോയത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയമുള്ളവരെ, മൗത്തുൽ മറദി യസ്ബിഖു സാഹിബഹു തൻബീഹുൻ
രോഗം കൊണ്ട് മരിക്കുകയാണെങ്കിൽ ആ രോഗിയായ മനുഷ്യന് രോഗം മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്, താക്കീതാണ്. വമൗതുൽ കിബരി തസ്ബിഖുഹു മറാഹിൽ. പ്രായാധിക്യത്തിൽ മരണപ്പെടുന്നവർ അവരുടെ പ്രായത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, ബാല്യവും കൗമാരവും യുവത്വവും മധ്യവയസ്കതയും പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതുവരെയുള്ള ആയുസിന്റെ വിവിധ കാലഘട്ടങ്ങൾ അവർക്കുള്ള താക്കീതുകളാണ്, മുന്നറിയിപ്പാണ്. പക്ഷേ പൊടുന്നനെ മരിക്കുന്നവർ, നിലച്ചിരിക്കാതെ മരണം കീഴ്പ്പെടുത്തുന്നവർ, മരണത്തെ പുൽകുന്നവർ, അവർക്ക് സംഭവിക്കുന്ന മരണം എന്തു സമാധാനമാണ് നമുക്ക് നൽകുക, എന്തു മുന്നറിയിപ്പാണ് നമുക്ക് നൽകുക, എന്തു താക്കീതാണ് നമുക്ക് സമ്മാനിക്കുക. അവന്റെ അശ്രദ്ധയിലായിരിക്കെ, അവൻ തിന്മയിലായിരിക്കെ, അവൻ അല്ലാഹുവിനെ കുറിച്ചുള്ള വിസ്മൃതിയിലായിരിക്കെ പൊടുന്നനെ അവനെ മരണം പിടികൂടിയാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ, പ്രതിശുദ്ധ വധൂവരന്മാർ മരിക്കുന്നു, വിവാഹത്തിന്റെ തലേന്ന് മരിക്കുന്നു. അതേ, വലിയ വിദ്യാഭ്യാസ യോഗ്യതകൾ നേടിയവർ തങ്ങളുടെ സ്വപ്നങ്ങളായ വലിയ വിദ്യാഭ്യാസ രംഗങ്ങളിലെ സ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനിടയിൽ അവർ മരിക്കുന്നു. അതേ, വീട് പണിതീരാൻ കാത്തുനിന്നവർ, വീട് പണിതീർന്ന് പുതിയ വീടിൽ പുരപാർക്കാൻ കാത്തിരുന്നവർ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് മരണവാർത്ത അവരെ തേടിയെത്തുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും പദ്ധതികളും ആവിഷ്കരിക്കുന്നവർ പെട്ടെന്ന് മരിക്കുന്നു. ഈ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച മരണം അതെപ്പോൾ, എങ്ങനെ, ഏതു രൂപത്തിൽ നമ്മെ പിടികൂടുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല, യാതൊരു നിശ്ചയവുമില്ല. ഒരുപക്ഷേ നമ്മൾ ഇന്നു മരിച്ചേക്കാം, ഇതാ ഇപ്പോൾ മരിച്ചേക്കാം. ഇന്നത്തെ വൈകുന്നേരത്തെ സായാഹ്ന വേളയിലെ സൂര്യാസ്തമയം നമ്മൾ കാണാതെ മരിച്ചേക്കാം. നാളത്തെ പ്രഭാതത്തിന്റെ പുലരിയിൽ ബാക്കിയാകാതെ നമ്മൾ മരിച്ചേക്കാം. എന്തുറപ്പാണുള്ളത്? അൽ മൗതു അദ്നാ മിൻ ശിറാഖിന അലിഹി. മരണമെന്നത് നീ ധരിച്ചിരിക്കുന്ന നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞിരിക്കെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നിർഭയരായി, അശ്രദ്ധയിലായി, അള്ളാഹുവിനെ കുറിച്ചുള്ള വിസ്മൃതിയിലായി, പരലോക ഭയമില്ലാതെ, ഖബറിന്റെ 6 അടി മണ്ണിലെ കൂരാകൂരിട്ടിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ എങ്ങനെയാണ് ഞാനൊന്നും ഇപ്പോൾ മരിക്കില്ല എന്ന നിർഭയത്വത്തിൽ നമുക്ക് കഴിയാൻ സാധിക്കുക? സഹോദരങ്ങളെ, എല്ലാ മരണവും അന്ത്യമാണ്, അവസാനമാണ്, ദുനിയാവിലെ ജീവിതത്തിന് തിരശീല കുറിക്കലാണ്. പക്ഷേ പെട്ടെന്ന് നമ്മൾ മരിച്ചാൽ മരണത്തിനൊരുങ്ങാതെ, അള്ളാഹുവിലേക്ക് യാത്ര പോകാൻ സന്നദ്ധരാകാതെ, പരലോകത്തേക്കുള്ള സമ്പാദ്യമൊരുക്കാതെ മരണപ്പെടേണ്ടി വന്നാൽ, ഇന്ന് രാത്രി മരിച്ചാൽ, നാളെ പ്രഭാതത്തിന് മുമ്പ് മരിച്ചാൽ, ഇപ്പോൾ മരിച്ചാൽ 6 അടി മണ്ണിൽ നമുക്ക് എന്താണ് സുരക്ഷയൊരുക്കുന്നത്? ആരാണ് നമുക്ക് കൂട്ടിനുള്ളത്? ആരോടൊപ്പമാണ് നമ്മൾ ഖബറിന്റെ ഇരുട്ടറയിൽ സഹവസിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി അത്തരം ചില മരണങ്ങൾ പുൽകുന്നവരുടെ പരിതാപവാക്കുകളെ കുറിച്ച്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു പറഞ്ഞല്ലോ, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അങ്ങനെ അവരിൽ ചിലർ, അവരിലേക്ക് മരണമെത്തിയപ്പോൾ അവർ പറഞ്ഞു, റബ്ബേ, എന്നെ ഒന്ന് മടക്കി തരണേ, എന്നെ ജീവിതത്തിലേക്കൊന്ന് മടക്കണേ. കാരണം തയ്യാറെടുത്തിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല, വിചാരിച്ചിട്ടില്ല, നിനക്കാതെ വന്നതാണ്. സ്വപ്നത്തിൽ പോലും അവൻ ചിന്തിച്ചിട്ടില്ല. എന്നെ മടക്കണേ റബ്ബേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്. ഞാൻ ഉപേക്ഷ വരുത്തിയ, ഞാൻ പാഴാക്കി കളഞ്ഞ, നീ നിയമമാക്കിയ ഇസ്ലാമിന്റെ മനോഹരമായ നന്മകൾ, സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ എനിക്കൊരൽപ്പം അവധി നീട്ടി തരണേ റബ്ബേ. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇല്ല, സംശയിക്കേണ്ട, ഒരിക്കലുമില്ല, അവർക്ക് അവസരം നീട്ടി നൽകുകയില്ല. അത് പറയുന്നവന്റെ കേവലം പാഴ്വാക്കു മാത്രമാണ്. എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യം? പെട്ടെന്ന് മരണം തേടിയെത്തിയാൽ നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളിത് ഭയക്കുന്നില്ലേ? നമ്മൾ ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മങ്ങൾ, നമ്മൾ പാഴാക്കിയ നന്മകൾ, നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയ തിന്മകൾ നമ്മെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ഉറക്കമൊളിച്ച് ലോകമാമാങ്കങ്ങൾക്ക് വേണ്ടി കണ്ണും കാതും കൽബും കൂർപ്പിച്ചു വെക്കുന്ന യുവാക്കളെ, നിങ്ങളത് പേടിക്കുന്നില്ലേ? മരിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുന്ന നിന്റെ ഹൃദയത്തിന്റെ മനസ്സാക്ഷിക്കകത്തളങ്ങളിൽ നിന്ന് നിന്റെ കൽബിലേക്ക് ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ കാണാൻ പാഴാക്കിയ, നഷ്ടപ്പെടുത്തിയ കളിമാമാങ്കങ്ങളെ കുറിച്ചോ വിനോദങ്ങളെ കുറിച്ചല്ല പരിതാപമുയരുക, നീ വീഴ്ച വരുത്തിയ സൽക്കർമ്മങ്ങളെ കുറിച്ചാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് മരണം തേടിയെത്തുന്നതിന് മുമ്പായി, മരണം നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പായി
അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ, നിങ്ങൾ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണേ, സുഹൃതങ്ങൾ പ്രവർത്തിക്കണേ. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അങ്ങനെ അവൻ ഉപേക്ഷ വരുത്തിയ, നന്മകൾ പാഴാക്കിയ, തിന്മകൾ ജീവിതത്തിൽ സമ്പാദിച്ച, മരണത്തിന് വേണ്ടി ഒരുങ്ങാത്തൊരു മനുഷ്യൻ അവൻ പറയും, എന്റെ റബ്ബേ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം, ഒരു സമീപ സമയത്തേക്ക് എന്റെ അവധി നീ നീട്ടിത്തരണമേ, എങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വതക്ക ചെയ്യുന്നവരിൽ ഉൾപ്പെട്ടേക്കാം, ഞാൻ സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കുന്നവരിൽ ഉൾപ്പെട്ടേക്കാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടേക്കാം. റബ്ബേ നീ എന്നെ ഒന്ന് മടക്കി തരണേ, അങ്ങനെ മടക്കിയാൽ എത്ര നന്നായിരുന്നേനെ എന്നവൻ പറയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാൾക്കും അറിയാത്ത, അള്ളാഹു അജ്ഞാതമാക്കി വെച്ച, ഒരു പ്രത്യേകമായ അടയാളങ്ങളും നിശ്ചയിക്കാത്ത, ഒരു പ്രത്യേകമായ പ്രായവും നിർണയിക്കപ്പെടാത്ത, ഒരു പ്രത്യേകമായ അവസ്ഥയിലും പരിമിതപ്പെടാത്ത മരണമെന്ന അതിഥി നമ്മെ തേടിയെത്തുന്നതിനെ കുറിച്ച്, പെട്ടെന്ന് നമ്മെ കീഴ്പ്പെടുത്തുന്നതിനെ കുറിച്ച്, ഗർജിക്കുന്ന സിംഹത്തിനെ പോലെ നമ്മെ കീഴടക്കുന്നതിനെ കുറിച്ച്, കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വظن انه الفراق والتفت الساق بساق الى ربك يومئذ المساق. റൂഹദാ തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭം, അവനവന്റെ വേർപാടിന്റെ രംഗമാണെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭം, ആരുണ്ട് മന്ത്രിക്കാനെന്നവൻ പരിതപിക്കുന്ന സന്ദർഭം, കണങ്കാലം കൂട്ടിപ്പടയുന്ന സന്ദർഭം. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ റബ്ബിലേക്ക് മാത്രമാണ് നിന്റെ മടക്കമെന്ന് നീ ബോധ്യപ്പെടുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ പരിതപിച്ചിട്ട് കാര്യമില്ല. നഷ്ടബോധത്താൽ മാനസിക വേദകൾ ആ സമയത്ത് പ്രസക്തിയില്ല, അതിന് പ്രസക്തിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ് അത് നമ്മെ വഞ്ചിക്കാതിരിക്കുക. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഒരു നഫ്സിനും ഒരു ദേഹത്തിനും നാളെ എന്താണ് സമ്പാദിക്കുക, നാളെ എന്ത് സംഭവിക്കുമെന്ന് അവൻ അറിയില്ല. ഒരു നഫ്സിനും ഒരു ദേഹത്തിനും നാളെ അതല്ലെങ്കിൽ മറ്റൊരിക്കൽ അവൻ ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്നവൻ അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം ഏത് നിമിഷവും പ്രതീക്ഷിച്ചു മരണാനന്തര ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ സമ്പാദിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലായി ജീവിച്ചു മരിച്ച് സ്വർഗ്ഗത്തിൽ അവനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുൻഗാമികൾ ചിലർ പറഞ്ഞു, പെട്ടെന്നുള്ള മരണം എന്നത്, മരണത്തിന് തയ്യാറെടുക്കാതെ നമ്മൾ ഈ ദുനിയാവിനോട് വിട പറഞ്ഞു പോകുക എന്നത്, ഇന്നഹാ വല്ലാഹി ഗഫ്ലത്തുൻ അളീമ, അത് വല്ലാത്തൊരു ദുരന്തവും അശ്രദ്ധയുമാണ്. യഈശൽ ഇൻസാനു വകഅന്ന ബൈനഹു വബൈനൽ മൗതി മൗഇദൻ മഅലൂമ ഔ മുഹ്ലതൻ മദ്മൂന ഔ ഇൻദാറൻ മുതവഖഅ ഔ മൗഇദൻ മുഹദ്ദദ. ഒരു മനുഷ്യൻ അവന്റെ മരണം എന്നാണ് എന്ന് അവന് കൃത്യമായി അറിയാതെ, അതിനൊരു സാവകാശം അവന് നൽകപ്പെടാതെ, ഒരു ഗ്യാരണ്ടിയും തന്റെ ആയുസ്സിന് ലഭിക്കപ്പെടാതെ, ഒരു താക്കീത് കാരണം ഇതാ നീ മരിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് ലഭിക്കാതെ, നിന്റെ മരണത്തീയതി കൃത്യമായി കുറിക്കപ്പെടാതെ, എന്നിട്ടും നീ അശ്രദ്ധയിൽ തുടരുകയാണ്. തിന്മകളാണ് നിന്റെ ജീവിതത്തിൽ, നന്മകളാണ് നിന്റെ പാഴായിപ്പോയ കർമ്മങ്ങളെങ്കിൽ സഹോദരങ്ങളെ, അതെന്തുമാത്രം വലിയ ദുരന്തമാണ്, അതെത്ര വലിയ അശ്രദ്ധയാണ്, അതെത്ര വലിയ ബുദ്ധിശൂന്യതയാണ്. ബലിൽ ഹഖീഖത്തുല്ലത്തി ലാ തഖ്ബലുൽ ജദൽ. എന്നാൽ ഒരാൾക്കും തർക്കിക്കാൻ സാധിക്കാത്ത അവിതർക്കികമായ കാര്യം മരണമെന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോടടുത്തതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അൽ മൗതു അദ്നാ മിൻ ശുറാഖിന അലൈഹി,
മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോട് അടുത്തതാണ്. അതുകൊണ്ട് മുൻഗാമികൾ പറഞ്ഞു, വഖസ്സിറൂ മിൻ ആമാലിക്കും, നിങ്ങളുടെ ആയുസ്സുകൾ, നിങ്ങളുടെ അവധികൾ നിങ്ങൾ ചുരുക്കി വെക്കുക, നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ കുറയ്ക്കുക, ദുനിയാവിനെ കുറിച്ചുള്ള മോഹങ്ങൾ നിങ്ങൾ പരിമിതപ്പെടുത്തുക. വസ്തഇദ്ദൂ ലിയൗമി റഹീലിക്കും, നിങ്ങൾ യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി നിങ്ങൾ മുന്നൊരുക്കം നടത്തുക. വഅക്സിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, ഭൗതികമായ സുഖാസ്വാദനങ്ങൾ മുറിച്ചു കളയുന്ന മരണചിന്തയെ നിങ്ങൾ അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അക്സിറൂ ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, ഭൗതിക സുഖാസ്വാദനങ്ങളെ മുറിച്ചു കളയുന്ന മരണചിന്തയെ നിങ്ങൾ അധികരിപ്പിക്കുക. ഫഇന്ന ദിക്റഹു യുസഹിദു ഫിദ്ദുനിയ, ആ ഓർമ്മകൾ ദുനിയാവിൽ വിരക്തി ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും. വയുറഫിഖുൽ ഖൽബ്, നിന്റെ ഹൃദയത്തെ ലോലമാക്കും. വയബ്അസു അല ഇസ്തിഅദാദ്, മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ നിന്നെ അത് പ്രാപ്തമാക്കും എന്ന് മുൻഗാമികൾ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത് ഈ മിമ്പറിൽ നിന്ന് പ്രസംഗിക്കാനും ഈ ഉച്ചഭാഷയിലൂടെ നിങ്ങൾക്ക് കേൾക്കാനും ശ്രവിക്കാനും എളുപ്പമാണ്. മുൻഗാമികൾ ചിലർ പറഞ്ഞു, ഇന്നൽ ഇസ്തിഅദാദ ലിൽ മൗതി ലൈസ ദഅവാത് ഖാൽ, മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത് അത് നാവ് കൊണ്ട് അവകാശവാദമായി ഉന്നയിക്കാൻ എളുപ്പമാണ്. അങ്ങനെ വെറും പറച്ചിൽ ഒതുക്കാവുന്നതല്ല. വല ഉംനിയതൻ തുതമന്ന, അത് മോഹങ്ങളിൽ ആഗ്രഹങ്ങളിൽ സ്ഥാപിക്കാവതല്ല. അതെ, മരിക്കാൻ വേണ്ടി ഞാൻ തയ്യാറെടുക്കുമെന്ന മോഹമുണ്ടായിട്ട് കാര്യമില്ല, ആഗ്രഹമുണ്ടായിട്ട് കാര്യമില്ല, നാവ് കൊണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രസംഗിച്ചിട്ടും ഉപദേശിച്ചിട്ടും കേട്ടിട്ടും കാര്യമില്ല. ബൽ ഹുവ അമലുൻ ളാഹിറുൻ വബാത്തിൻ, മറിച്ച് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നത് ആന്തരികവും ബാഹ്യവുമായ നമ്മുടെ പ്രവർത്തനങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നതാണ്. വഹാലുൽ മുസ്തമിറ, ഒരു മനുഷ്യൻ ബുദ്ധിയും വിവേകവും പ്രായപൂർത്തിയും എത്തിയത് മുതൽ മരിക്കുന്നത് വരെ അവന്റെ അവസ്ഥാന്തരങ്ങളിലൂടെ നൈരന്തരമായി അവൻ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന വികാരമാണ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത്. എപ്പോഴെങ്കിലും അത് മറക്കാവതല്ല. വമൻഹജ് ഹയാത്തിൻ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ശാസ്ത്രമാണത്. അവന്റെ ജീവിത പദ്ധതിയായി, ജീവിതത്തിന്റെ മാർഗരേഖയായി മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം എന്ന് മുൻഗാമികൾ പറയുന്നു. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. മരണത്തിന് തയ്യാറെടുക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. ഏത് നിമിഷവും നമ്മുടെ സമ്മതമില്ലാതെ നമ്മെ തേടിയെത്തി പിടികൂടുന്ന മരണമെന്ന യാഥാർത്ഥ്യം, പ്രാപഞ്ചിക സത്യം, അള്ളാഹുവിന്റെ വിധിക്ക് നാം കീഴൊതുങ്ങുന്ന ആരംഗം അത് സുനിശ്ചിതമാണെങ്കിൽ, സഹോദര, എപ്പോഴും മരിക്കാൻ നീ സന്നദ്ധനാകുക. അതിനൊന്നാമതായി നീ കാത്തു സൂക്ഷിക്കേണ്ടത് അള്ളാഹു ഫർദാക്കിയ, അള്ളാഹുവിന്റെ ദീനിൽ ശറഅാക്കിയ, വാജിബാക്കിയ കാര്യങ്ങളാണ്. നിർബന്ധമായ നിന്റെ ബാധ്യതകളാണ്. അതിന്റെ ഉച്ചിയിൽ തലപ്പത്ത് നിൽക്കുന്നത് നിസ്കാരമാണ്. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ. പുരുഷന്മാർ ശറഈയായ കാരണങ്ങൾ ഏതുമില്ലെങ്കിൽ 5 നേരവും ഫജ്ർ മുതൽ ഇശാ വരെ മസ്ജിദിലെത്തി നിസ്കാരം നിർവഹിക്കാൻ സന്നദ്ധരാകണം. ബാങ്ക് കേൾക്കുന്ന ഇടങ്ങളിൽ, മസ്ജിദുകളിൽ അവർ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കണം. അതല്ലാഹുമായി ദിവസവും 5 നേരം നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന അല്ലാഹുമായിട്ടുള്ള നമ്മുടെ കോണ്ടാക്ട് ആണ്. സിലത്തുൻ ബൈനൽ അബ്ദി വ റബ്ബി, തന്റെ അടിമക്കും അല്ലാഹുവിനുമിടയിലുള്ള അഭേദ്യമായ ഇടമുറിയാത്ത ബന്ധമാണ്. സഹോദരങ്ങളെ, അത് പാഴാക്കിക്കൂടാ, അതിനെ നിസാരമായി കണ്ടൂടാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് ബാങ്കലുകളിലൂടെ, പള്ളിമിനാരങ്ങളിലൂടെ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന ബോധ്യത്തിൽ നമ്മുടെ സകല പ്രവർത്തനങ്ങളും, അത് പുരമണിയലാണെങ്കിലും കച്ചവടമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായ ക്രയവിക്രയങ്ങളാണെങ്കിലും വ്യവഹാരങ്ങളാണെങ്കിലും അല്ലാഹു വലിയവനാണെന്ന് കേൾക്കുമ്പോൾ വലിയതായി അല്ലാഹു അല്ലാത്ത മറ്റൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. പള്ളിയിലേക്ക് ഉളരിയെത്തണം, ഓടിയെത്തണം, ഒഴുകിയെത്തണം. അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധം അത് പുതുക്കണം, വീണ്ടെടുക്കണം. നിസ്കാരം പാഴാക്കിക്കൂടാ. ഫർളായ ഇബാദത്തുകളിൽ നിസ്കാരത്തിന്റെ പ്രഥമ സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ ആദ്യമായും പ്രഥമമായും പ്രധാനമായും സ്ഥാപിക്കുക. രണ്ടാമതായി ഞാൻ പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ബാധ്യതകൾ, അള്ളാഹുവിന്റെ പടപ്പുകളോടുള്ള ബാധ്യതകൾ, അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്ക് സൃഷ്ടികളിൽ ബാധ്യതയുള്ളത് മാതാപിതാക്കളോടാണ്. അവരെ ദ്രോഹിക്കാതിരിക്കുക, അവരോട് പുഞ്ചിരിക്കുക, അവരോട് സ്നേഹപരിലാളനയോടെ പെരുമാറുക, അവർക്ക് വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഗുണം ചെയ്യുക, സുഹൃതം ചെയ്യുക. മാതാപിതാക്കളെ വാക്കുകൊണ്ടുപോലും എന്ന വാക്കുകൊണ്ടുപോലും നീ ദ്രോഹിക്കാതിരിക്കുക. അതോടൊപ്പം മുസ്ലിമീങ്ങളായ നിന്റെ സഹോദരങ്ങൾ, ഇസ്ലാമിലെ ബഹുജനങ്ങൾ, അവരോട് നീ മാന്യമായി പെരുമാറുക, അവരോട് ദുൽമ ചെയ്യാതിരിക്കുക. ഒരു മുസ്ലിമിന്റെ നിർവചനമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. ഒരു യഥാർത്ഥ മുസ്ലിം മറ്റു മുസ്ലിമീങ്ങൾ
അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും സുരക്ഷിതനാണോ അവനാണ് യഥാർത്ഥ മുസ്ലിം. നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ ഒരു മുസ്ലിമിനെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുക. മറ്റുള്ളവരോട് ചെയ്ത ലുൽമിന്റെ, അനീതിയുടെ, അന്യായത്തിന്റെ, അക്രമത്തിന്റെ പാപഭാരവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന രംഗം നാം ഭയപ്പെടുക. ആളുകളോട് ചെയ്യുന്ന അക്രമങ്ങൾ, അനീതികൾ, അന്യായങ്ങൾ ഖിയാമത്ത് നാളിൽ നമുക്ക് അന്ധകാര സമാനമായിരിക്കും, ഇരുട്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും. ഒരു മനുഷ്യനോടും, ശത്രുവിനോടാണെങ്കിൽ പോലും, ഇസ്ലാമിന് പുറത്തു നിൽക്കുന്നവരോടാണെങ്കിൽ പോലും അനീതി പ്രവർത്തിക്കാൻ, അന്യായം പ്രവർത്തിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് സൃഷ്ടികളോട് അന്യായവും അനീതിയും പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമ്മൾ സ്വയം ജാഗരൂകരാകുക, സുരക്ഷിതരാകുക. ഒരു തിന്മയും ഹറാമും എന്റെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പിക്കാൻ ദിവസവും നമുക്ക് സാധിക്കുക. ഓരോ ദിവസവും കിടക്കപ്പായിലേക്ക് പോകുമ്പോൾ, ഉറങ്ങുന്നതിന് മുമ്പ്, കണ്ണടക്കുന്നതിന് മുമ്പ് അള്ളാഹു നിശ്ചയിച്ച ദിവസത്തിലെ ലഘുവായ മരണം, അതാണ് ഉറക്കം. ആ ലഘുവായ മരണമാകുന്ന ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നെഞ്ചത്തിന്റെ അകത്തളങ്ങളിലേക്ക് നാം നമ്മോട് തന്നെ വിരൽ ചൂണ്ടി, ഒരു ഹറാമും ഇന്ന് ചെയ്തിട്ടില്ല, ഒരു വാജിബും ഞാൻ ഇന്ന് ഒഴിവാക്കിയിട്ടില്ല, ഒരു പാപക്കറയിൽ നിന്നും, വൻപാപങ്ങളിൽ നിന്നും, തോന്നിവാസങ്ങളിൽ നിന്നും തൗബ ചെയ്യാതെ ഇന്ന് ഞാനിതാ ഉറങ്ങുന്നില്ല എന്നുറപ്പിക്കാൻ, ആത്മവിചാരണ ചെയ്യാൻ നമുക്ക് സാധിക്കുക. തിന്മകളിൽ ആണ്ടുപോകാതിരിക്കുക. തിന്മകളെ സമൂഹമൊന്നടങ്കം കൊട്ടിഘോഷിക്കുന്ന നന്മകളായി വാഴ്ത്തപ്പെടുന്നതായാലും തിന്മകളെ നിസാരവൽക്കരിക്കാതിരിക്കുക. തന്റെ ശരീരത്തിലേക്ക് ഏത് നിമിഷവും പതിക്കാവുന്ന പർവ്വതങ്ങളെ പോലെ തിന്മകളെ ഭയക്കുക. തിന്മകളിൽ ഉറച്ചു നിൽക്കാതിരിക്കുക. തൗബകളും ഇസ്തിഗ്ഫാറുകളും അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തന്റെ നന്മയുടെ ഏടുകളിൽ കണക്കില്ലാതെ അസംഖ്യം ഇസ്തിഗ്ഫാറുകളും തൗബയും അധികരിപ്പിച്ചവന് സ്വർഗത്തിലേക്ക് സ്വാഗതം. ദിവസവും തൗബ ചെയ്യുക, ദിവസവും ഇസ്തിഗ്ഫാർ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നതുപോലെ 100-ലധികം തവണ, 70-ലധികം തവണ അവിടുന്ന് അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുക, പടപ്പുകളെ തൃപ്തിപ്പെടുത്താതിരിക്കുക, പടച്ചവനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക. അള്ളാഹുവിന് നമുക്കിടയിലുള്ള നന്നാക്കുക, എങ്കിൽ മനുഷ്യർക്കിടയിൽ അള്ളാഹു നമുക്ക് നന്നാക്കി തരും. അള്ളാഹുവിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി അധ്വാനിച്ച് ദുനിയാവിൽ ജീവിക്കുക. നമ്മുടെ ദുനിയാവ് നമ്മുടെ പിന്നാലെ വരും. നമ്മെ തേടിയെത്തി ദുനിയാവ് കീഴ്പ്പെടുത്തപ്പെട്ട മാൻപേടയെ പോലെ നമ്മുടെ പിന്നാലെ വരും. നമ്മുടെ രഹസ്യ ജീവിതം നന്നാക്കുക, നമ്മുടെ പരസ്യ ജീവിതം അള്ളാഹു സമ്മോഹനമാക്കും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. اللهم أعز الإسلام والمسلمين في كل مكان وأذل الشرك والمشركين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.